നമസ്തേ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലൊന്നായ ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ വിവാദമാണ് ഉയർന്നുവരുന്നത്. ക്ഷേത്രത്തിലെ ജീവതയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭക്തർക്കിടയിലും ഹൈന്ദവ സംഘടനകൾക്കിടയിലും വ്യാപകമായ ചർച്ചകളും ആശങ്കകളും ഉയരുന്നത്. ജീവിത പുനർനിർമ്മാണം നടന്നപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടമായതായാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മാവേലിക്കരയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നാമജപയാത്ര സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുത്ത പ്രതിഷേധം ഇപ്പോൾ വലിയ ജനശ്രദ്ധ നേടുകയാണ്. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വളരെ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് ഈ മാവേലിക്കര ഉണ്ണിക്കണ്ണിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേയേറെ കാലമായി ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ 1-2 ഭരണസമിതിയുടെ കാലമൊഴികെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെയൊക്കെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുകൾക്ക് ശേഷം എല്ലാ ദേവസ്വം ബോർഡുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിന്ദു സ്വത്തുക്കളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ചെട്ടികുളങ്ങര അമ്മയുടെ ഈ ജീവിതയുമായി ബന്ധപ്പെട്ടുയർന്നു വന്നിരിക്കുന്ന വിവാദം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതയിൽ നിന്ന് ഏതെങ്കിലും മോഷണം പോയെന്നോ ഏതെങ്കിലും തരത്തിലുള്ള കള്ളം നടന്നോ എന്നോ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ നിമിഷം വരെ. കാരണം ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് നിരവധിയായ പ്രാവശ്യങ്ങൾ ദേവസ്വം ബോർഡിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ നാളിതുവരെ യാതൊരു ഉത്തരവും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഓണാട്ടുകരയുടെയോ ഈ ചെട്ടികുളങ്ങരയുടെയോ ഈ മധ്യ തിരുവിതാംകൂറിലെയോ ഹൈന്ദവ സമൂഹത്തിന്റെ വെറുമൊരു ദേവിയല്ല ചെട്ടികുളങ്ങര അമ്മ. ഈ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാതൃഭാവത്തോടുകൂടി അമ്മയുടെ സ്ഥാനമാണ് ചെട്ടികുളങ്ങര അമ്മയ്ക്കുള്ളത്. ആ അമ്മയുടെ ഭക്തന്മാർ അമ്മയ്ക്ക് ഏതോ കാലത്തൊക്കെ സമർപ്പിച്ചിട്ടുള്ള സ്വത്തുവകൾ അത് സ്വർണത്തിന്റെ രൂപത്തിലാകാം, അത് രത്നത്തിന്റെ രൂപത്തിലാകാം, അത് പണമാകാം, ഏത് രൂപത്തിൽ നൽകിയാലും അതൊക്കെ അമ്മയുടെ സ്വത്താണ്. ആ സ്വത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അധികാരികൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമേ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ശബരിമല ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങൾ 2-3 മഹാക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രം. പക്ഷേ കഴിഞ്ഞ കുറേയേറെ കാലമായി ആ ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതികൾ, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, ഇതൊക്കെ കൃത്യമായ രേഖകളുണ്ട്. 2024 നവംബർ മാസത്തില് കേരള സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്ററായിട്ടുള്ള ജോയിന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെയും സബ് ഗ്രൂപ്പ് ഓഫീസുകളുടെയും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, തോട്ടങ്ങൾ തുടങ്ങിയവയെ പറ്റിയൊക്കെയുള്ള ആധികാരികമായിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 8 പേജുകള് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അഴിമതിയുടേതാണ്. എന്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ടിരിപ്പുണ്ട്. 350-360 പേജുള്ള ആ ദേവസ്വം വിജിലൻസ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ റിപ്പോർട്ടിലെ 8 പേജുകള് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനെ പറ്റിയുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതിന് ഉപരിയാണ് അവിടെ നടക്കുന്ന കൊള്ളകൾ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കൊള്ളകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണിത്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. 10-12-2020 ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണി കഴിഞ്ഞ വർഷം 2021 കാലത്തെ റിപ്പോർട്ടാണ് ഈ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതിയിൽ കൊടുത്തത്. അതിനകത്ത് 10-12-2020 കാണിക്ക മഹസറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ ക്ഷേത്രത്തിൽ കാണിക്കയിടും വിദേശ രാജ്യങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ അവർ ഏത് രാജ്യത്താണോ ജോലി ചെയ്തത് ആ രാജ്യത്തെ കറൻസി ആയിരിക്കും കാണിക്കയായിട്ട് അർപ്പിക്കുന്നത്.
ഇതിൽ പറഞ്ഞിട്ടുണ്ട് US ഡോളർ, സൗദി അറേബ്യൻ റിയാൽ, ഖത്തർ റിയാൽ, UAE ദിറം, ഒമാൻ റിയാൽ, ബഹ്റിൻ ദിനാർ, കുവൈറ്റ് ദിനാർ ഉൾപ്പെടെയുള്ള വിദേശ കറൻസികൾ അവിടുത്തെ അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചിട്ടുണ്ട്. അർപ്പിച്ചതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണ് ചെയ്തത്? എത്ര രൂപയുടെ റിയാലാണ്, എത്ര രൂപയുടെ ഡോളറാണ് എന്നൊക്കെ രേഖപ്പെടുത്താത്ത ഒരു കാണിക്ക മഹസറായിരുന്നു. ആ ഒരു ഒറ്റ ദിവസം ഏകദേശം 219ഓളം വിദേശ കറൻസികൾ അവിടുത്തെ അമ്മയുടെ കാണിക്ക വഞ്ചിയിൽ അർപ്പിച്ചപ്പോൾ എത്ര ഡോളറിന്റെയാണ്, എത്ര ദിനാറിന്റെയാണ് തുടങ്ങിയ യാതൊരു വിധമായിട്ടുള്ള വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. സ്വർണത്തിന്റെ കണക്കുകളുണ്ട്. ഇതിനകത്തൊരെണ്ണം ഞാൻ വായിക്കാം. പ്രിപ്പറേഷൻ ഓഫ് ചാർജ് മഹസർ, ക്ലാരിറ്റി ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും രൂപത്തിൽ 1/6/2020 ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ചാർജ് മഹസർ പരിശോധിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? അവിടുത്തെ ആ രജിസ്റ്ററിനകത്ത് 2375 തൊട്ട് 2452 വരെയുള്ള ആർട്ടിക്കിളുകളുടെ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വളരെ വലിയ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ കുറെ സാധനങ്ങൾ ഉപയോഗശൂന്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് മാറ്റാറുണ്ട്. ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ. ഈ സ്വർണവും വെള്ളിയൊക്കെ എങ്ങനെ ഉപയോഗശൂന്യമായെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. ദേവസ്വം ബോർഡ് തട്ടിപ്പ് നടത്തുന്ന മേഖലകളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. സോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ യൂസ്ലെസ് ആർട്ടിക്കിൾസ് ഇൻ ദിസ് റിഗാർഡ് may be clearly marked, described in the charge mahasar, and how they become useless may also be described in the mahasar clearly. ഈ സ്വർണവും വെള്ളി എങ്ങനെ കൊള്ളത്തില്ല എന്നുള്ള വിവരമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർണം എങ്ങനെ കൊള്ളാതാവുന്നേ, വെള്ളി എങ്ങനെയാണ് കൊള്ളാതാവുന്നത്? ഇങ്ങനെ നിരവധിയായ തട്ടിപ്പുകൾ. വേറെയും തട്ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വഴിപാടിന്റെ തട്ടിപ്പുകൾ വളരെ കൃത്യമായി ഒരു വർഷക്കാലത്തെ 9/2020 2380 രൂപ കണക്കിലില്ല. 10/2020 3980 രൂപയില്ല. 11/2020 2170 രൂപയില്ല. 12/2020 940 ഇല്ല. ഇങ്ങനെ ലക്ഷങ്ങളാണ് കൂട്ടി വരുമ്പോൾ കിട്ടുന്ന തുകകൾ. ഇക്കാര്യങ്ങൾ നമുക്കറിയാനുള്ള അവകാശമില്ലേ? ഇതിന് ചുക്കാൻ പിടിച്ച ഈ മോഷണത്തിന്, ഈ കൊള്ളയ്ക്ക് കൂട്ടുപിടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ആര് നടപടിയെടുത്തു? എന്ത് തീരുമാനമെടുത്തു? ഇതേപോലെ ധാരാളമുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള ജീവിത പുനർനിർമ്മിച്ചപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന രത്നങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന ഗുരുതര ആരോപണം ഉയർന്നിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനും വ്യക്തമായ മറുപടി നൽകേണ്ടതായിരുന്നു. എന്നാൽ ഇതുവരെ അത്തരം വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ചോദ്യം. ആരോപണങ്ങൾ ഉയർന്നാൽ അതിനെക്കുറിച്ച് വ്യക്തത വരുത്തുക എന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ സുതാര്യത കൂടുതൽ അനിവാര്യമാകുന്നു. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനെയും ക്ഷേത്ര തന്ത്രിയെയും രേഖാമൂലം അറിയിക്കാതെയാണ് ജീവിത പുനർനിർമ്മാണം നടത്തിയെന്നും ഇത് ശരിയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അനിൽ വിളിയിൽ ചോദിച്ചു. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കുന്ന ആശയം വളരെ വ്യക്തമാണ്. ജീവിത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സാമ്പത്തിക വിവരങ്ങളും സാങ്കേതിക റിപ്പോർട്ടുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. എന്തെല്ലാം നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത്, ആരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം നടന്നത്, പഴയ ജീവിതയിലെ വസ്തുക്കൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ആവശ്യം. നാമജപയാത്ര മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് വിശ്വാസികൾ അവിടെ യോഗം ചേർന്നു. ഭക്തിഗാനങ്ങളും നാമജപങ്ങളും മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രൊഫസർ ജ്യോതിരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധർമ്മചാര്യ സമ്പർക്ക് പ്രമുഖ് വിനോദ് ഉമ്പർനാട്, ശബരിഗിരി വിഭാഗ് സെക്രട്ടറി ജയകൃഷ്ണൻ അമ്പലപ്പുഴ, പ്രഖണ്ഡ് പ്രസിഡന്റ് രാജേന്ദ്രൻ, സെക്രട്ടറി രാജേഷ് തുടങ്ങിയ മറ്റു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും പങ്കെടുത്തു. ദേവസ്വം ബോർഡ് അധികാരികൾക്ക് നിവേദനവും സമർപ്പിച്ചു. ഈ വിഷയത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ ഔദ്യോഗിക അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുതകളും പുറത്തു വരേണ്ടതുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. ഭക്തജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആശങ്കാജനകമാണ്.
അതിനാൽ ദേവസ്വം ബോർഡ് വിശദമായ ഔദ്യോഗിക വിശദീകരണം നൽകുകയും ആവശ്യമായ രേഖകൾ പുറത്തുവിടുകയും ചെയ്താൽ മാത്രമേ വിവാദങ്ങൾക്ക് വിരാമമാകൂ എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പരമാവധി സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ജീവിത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ സത്യമെന്ത്? ഉയർന്നിരിക്കുന്ന സംശയങ്ങൾക്ക് ദേവസ്വം ബോർഡ് എന്ത് മറുപടിയാണ് നൽകുക? ഭക്തരുടെ ആശങ്കകൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വരും ദിവസങ്ങളിൽ കേരളം ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്.